ഹലോ കൂട്ടുകാരെ, ഇന്ന് നമുക്ക് കുറച്ച് ആവോലി കുട്ടികളാണ് കിട്ടിയത്. ഇന്നത്തെ കറി ഇത് വെച്ചാവാം. ആവോലി പിന്നെ മുറിക്കാൻ പറ്റും, കാരണം ആവോലിയുടെ മുള്ളൊക്കെ ഭയങ്കര സോഫ്റ്റാണ്. എന്നാലും കൂടിയിട്ട് കുറച്ചും കൂടി മൂർച്ചയുള്ള കത്തിയാവുമ്പോൾ നമുക്കിതിങ്ങനെ കണ്ട ദശയൊന്നും തുറയ്ക്കാതെ നല്ല വൃത്തിയായിട്ട് തന്നെ നമുക്ക് മീൻ മുറിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മളിത് ആവോലി കുട്ടികളെ തന്നെ എല്ലാം കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ഫ്രൈ ചെയ്യേണ്ട ഭാഗം മാറ്റി വയ്ക്കാം. വാലിൻ്റെ നമുക്ക് ഫ്രൈ ചെയ്യാനുള്ള മീനെ ഒന്ന് വരഞ്ഞ് സെറ്റാക്കാം. ഇത് നമ്മുടെ മീൻ വറുക്കാനായിട്ടുള്ള സംഭവമാട്ടോ. ഇതിൽ നമ്മൾ ഇട്ടിരിക്കുന്നത് മഞ്ഞൾപ്പൊടി, മുളകും പൊടി, പിന്നെ അതേപോലെ തന്നെ ഉപ്പ്, പിന്നെ കുറച്ച് കറിവേപ്പില, പിന്നെ ഇത്തിരി മല്ലിപ്പൊടി, പിന്നെ നമ്മൾ ഇട്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒഴിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് പുളിവെള്ളം കേട്ടോ. കുറച്ച് നമ്മുടെ വാളമ്പുളിയുടെ വെള്ളം കൂടി ഒഴിച്ച് ഇതുപോലെ പുരട്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മീൻ കറി വെക്കുന്നത് പറ്റി വയ്ക്കാം. അതിലേക്ക് മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, മുളകും പൊടി, അതേപോലെ തന്നെ ഇഞ്ചി, പച്ചമുളക്, വേപ്പില എല്ലാം ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇത് നന്നായി നമുക്കിത് പുരട്ടി. അപ്പോൾ നമ്മുടെ കറി വയ്ക്കാനുള്ള നമ്മുടെ മീൻ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ ഇത് അടുപ്പത്തേക്ക് വെക്കാൻ പോവാണ്. വെച്ചിട്ടുണ്ട്, തീ കത്തിക്കാം. പാനൊന്ന് ചൂടായിട്ട് നമുക്ക് മീൻ വറുക്കാനുള്ളത് ഇതിലേക്ക് സെറ്റാക്കാം. മീൻ തിളച്ച് കഴിഞ്ഞപ്പോൾ നമ്മളിതിൽ ഉപ്പും പുളിയൊക്കെ നോക്കിയിട്ടുണ്ട്. എന്നിട്ട് കയ്യിലിട്ട് ഇളക്കാതെ നമുക്കിങ്ങനെ ചട്ടി ഇങ്ങനെ ചുറ്റിച്ചെടുത്താൽ മതി. കയ്യിലിട്ട് ഇളക്കി കഴിഞ്ഞാൽ നമ്മുടെ കഷ്ണങ്ങളൊക്കെ ഉടഞ്ഞു പോകും. അങ്ങനെ നമ്മുടെ മീൻ തിളച്ചു. ഉപ്പും മുളകും എല്ലാം കറക്റ്റാണ്. മീനിൻ്റെ ഈ ഭാഗം കൂടി ഒന്ന് വേവാനുണ്ട്. അതായത് നമ്മളിങ്ങനെ തല കുത്തനെ നിർത്തിയിരിക്കുന്നത് കേട്ടോ. അതിൻ്റെ സൈഡ് വശം കൂടി ഒന്ന് നന്നായിട്ട് വേവാനുണ്ട്. അതും കൂടി വെന്ത് കഴിഞ്ഞാൽ കേട്ടോ നമ്മുടെ മീൻകറിയിലേക്ക് നമ്മളിത് താളിച്ച് കഴിക്കുകയാണ്.